നിന്ന് ഇവന്മാരെ കൊണ്ടുവരുന്ന സമയത്ത് അവന്മാരെ പറയുന്ന ഇത്രയേ ഉള്ളൂ, നീ ഇന്ന് മരിച്ചു, ഈ വെള്ളിയാഴ്ച നീ മരിച്ചു, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ജീവൻ തരികയാണ്. നിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, കാശ്മീരിൽ പോയിട്ട് ഒരു ഐക്യപ്പെടുത്തുന്നതും തരും, കുറച്ച് ഇനീഷ്യൽ പൈസയും തരും, ബാക്കിയൊക്കെ നീ അവിടെ നിന്ന് ഉണ്ടായിരിക്കും. പെണ്ണും കിട്ടും, ചാപ്പാടും കിട്ടും, എല്ലാം ഫ്രീ ആണ്, എവിടെ വേണമെങ്കിലും കയറി ചെന്നു. അങ്ങനെ വരുന്നവനാണ് ഈ താലിബാൻ സ്പോൺസേഡ്, താലിബാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മിലിറ്റൻസിനെ പാകിസ്ഥാൻ ISI ത്രൂ കൊണ്ടുവന്ന് കാശ്മീരിൽ ഇറക്കിയത്. അപ്പോൾ അവിടുത്തെ കാശ്മീരിൽ ഇറക്കുന്ന അവനെന്ത് ഇസ്ലാം, അവനെന്ത് ഹിന്ദു, എന്ത് മുസൽമാൻ, ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണ് വേണം, പണം വേണം, അധികാരം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ആളെ കിട്ടിയാലും വെടിവെച്ച് വന്നു അവിടെ ഒരു ടെററൊക്കെയാണ് ഫീൽ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ആക്ച്വലി കാശ്മീരി മിലിറ്റൻസി നടന്നിരുന്നത്, അല്ല ലോക്കൽസ് അല്ല. പക്ഷെ ഇതിൽ എഫക്റ്റ് ആയത് ആർക്കാണ്? ലോക്കൽസിന്. ആ ലോക്കൽസിന് എഫക്റ്റ് ആയത് എങ്ങനെ? കച്ചവടമില്ല, അവർക്കൊരു ആപ്പിൾ സീസണിൽ പോലും അത് കറക്റ്റായിട്ട് വിറ്റ് കളയാൻ പറ്റുന്നില്ല. അവർക്ക് ടോട്ടൽ അടിമത്തത്തിൽപ്പെട്ടു. പുറത്തുനിന്ന് പോകുന്നവൻ അവൻ പറയുന്ന പൈസയ്ക്ക് അതുകൊണ്ട് വാങ്ങിച്ചിട്ട് പോകും. 10 രൂപ അല്ലെങ്കിൽ 8 രൂപയ്ക്കൊക്കെയാണ് 1 കിലോ കാശ്മീർ ആപ്പിൾ അവിടുന്ന് വിറ്റ് പോകുന്നത്.